പാർലമെന്ററി കാര്യ മന്ത്രിയായിട്ടും അടിയന്തര പ്രമേയത്തെക്കുറിച്ചുള്ള ചട്ടങ്ങൾ മന്ത്രി എം ബി രാജേഷിന് അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല. അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ് ചട്ടം. അതുകൊണ്ടാണ് ബ്രൂവറി വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവരാത്തത്. വി.എസ്. അച്യുതാനന്ദന്റെ വില കേരളം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അവിടെ കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ മുമ്പിലാണ് ഈ ഒരു എല്ലാവിധത്തിലുമുള്ള മദ്യനിർമ്മാണങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെന്റ് അനുവാദം കൊടുത്തത്. രാജേഷ് മന്ത്രി ഒരു കാര്യം, ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. അദ്ദേഹം പാർലമെന്ററി കാര്യ മന്ത്രിയല്ലേ, അദ്ദേഹത്തിന് ചട്ടങ്ങളും നിയമങ്ങളും അറിയേണ്ട ആളല്ലേ. അഴിമതി ആരോപണമോ ഞങ്ങൾ അടിയന്തര പ്രമേയമായി കൊന്ന അപ്പം തന്നെ സ്പീക്കർ അത് നിഷേധിക്കും. ഗവൺമെന്റ് ചെയ്യുന്ന കർഷകരോടും സാധാരണ ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് വളരെ തെറ്റാണ്. ഇപ്പോഴാണ് അച്യുതാനന്ദന്റെ പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാവും. കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തിയ അച്യുതാനന്ദൻ എടുത്ത നിലപാടുകളെ പറ്റി ആളുകൾ ആലോചിക്കുന്നത് ഇപ്പോഴാണ്.